ഹലോ മച്ചന്മാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? സംഗീത് ക്രിയേഷൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നേക്കുന്നത് പോണ്ടിച്ചേരിയിലാണ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചന്മാരെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പഴയ മലയാള മൂവി ഫ്രണ്ട്സ് സിനിമ. ശ്രീനിവാസനും മുകേഷും ജയറാമൊക്കെ കൂടി അഭിനയിച്ച ഫ്രണ്ട്സ് സിനിമയാണ് ഓടിയെത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളീസിൻ്റെ ഷോപ്സ് ഉണ്ട്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള ടെക്സ്റ്റൈൽസ് മുതൽ ഹോട്ടൽസ്, ബാർബർ ഷോപ്പ് എന്നുവേണ്ട എല്ലാ ഇതിലും മലയാളീസ് ഉണ്ട് ഇവിടെ. മലയാളീസ് ഒരുപാട് കുറേ കുട്ടികളിവിടെ പഠിക്കുന്ന, എൻജിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ പല ആവശ്യത്തിന് ജോലി സംബന്ധമായിട്ട് വന്ന ഒരുപാട് ആൾക്കാർ മലയാളീസ് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിന് വന്നതാണ്, ജോലി സംബന്ധമായിട്ട് വന്നതാണ്, വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്നത് ഇവിടെ ഈ കാണുന്ന ഷോപ്പും ഒരു മലയാളി പാർട്ണർഷിപ്പുള്ളൊരു ഷോപ്പാണത്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഇവിടെ ടാക്സ് ഇല്ല. ഈ സ്ഥലത്തിൻ്റെ വേറൊരു പേരാണ് പുതുച്ചേരി എന്ന്. ഈ പോണ്ടിച്ചേരിനെ പുതുച്ചേരി എന്നും പറയപ്പെടും. ഇതിൻ്റെ ആദ്യം ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് പോകാം. അതിൻ്റെ ബീച്ചിൻ്റെ ഒരു വീഡിയോ, റോക്സ് ബീച്ചിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇതിനകത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ആ ബീച്ചിൻ്റെ, പോണ്ടിച്ചേരി ബീച്ച് എന്നുള്ള വീഡിയോ കാണാം. കൂടുതലും ഞാൻ പറയട്ടെ, കൂടുതലും ഞാൻ കണ്ടേക്കുന്നത്, കൂടുതലും ഇവിടെ ഉള്ളവർക്ക് ശരിക്കും മലയാളം ഏകദേശം അറിയാം. ഏതെങ്കിലും ഒരു മലയാളീനെ ഞാൻ ഇവിടെ കാണാതിരുന്നിട്ടില്ല. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് 3 ദിവസം കറങ്ങിയാൽ തീരില്ല. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അൽഫാമ കിട്ടുന്ന ഒരു കടയാണ്. അൽഫാം, ഗ്രില്ല് ചിക്കൻ എന്നുവേണ്ട ഇതൊരു മലയാളിയുടെ ഷോപ്പാണത്. ഇതൊരു മലയാളിയുടെ കടയാണ്. ഇതും മലയാളിയുടെ കട തന്നെ. അപ്പം ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന റൂം. ഇവിടെയൊക്കെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് റേറ്റിന് കിട്ടും. ഒരു ദിവസത്തേക്ക് 500 രൂപയൊക്കെ ഉള്ളൂ. ചെറിയ ടൂറിസ്റ്റ് ഹോം 500 രൂപ 400 രൂപ നിരക്കി നമുക്ക് കിട്ടും. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ, കേരളത്തിനേക്കാൾ കുറച്ചൊരു ചീപ്പ് റേറ്റിലൊക്കെ ഇവിടെ കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇവിടെ ടാക്സ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നാളെ, അതായത് ഇപ്പോൾ സമയം ഏകദേശം രാത്രി ആവറായിട്ടുണ്ട്. നാളെ രാവിലെ ഇതിൻ്റെ ബാക്കിയുള്ള വ്ളോഗ് നമുക്ക് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ട് നാളെ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അപ്പം മച്ചാമാരെ, അപ്പം നമ്മൾ റൂമിൽ നിന്ന് നേരെ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലേക്ക് വന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് ജിംഫർ ഹോസ്പിറ്റൽ. ഈ ജിംഫർ ഹോസ്പിറ്റലിന് പറയാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് പൂർണ്ണമായിട്ടത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ ഇനി ആരായിക്കോട്ടെ, ഇതിൻ്റെ ചികിത്സ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതായത് ചികിത്സയും മരുന്നും താമസവും, മരുന്ന്, ഫുഡ്, ഇതൊക്കെ എല്ലാം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അത് ശരിക്കും കേരളത്തിലുള്ളവർക്ക് അധികം അറിയില്ല. കൂടുതലും തമിഴ്നാട്ടിലും കന്യാകുമാരി എന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇതിനെപ്പറ്റി പറയാനായിട്ട് നമ്മുടെ ക്യാൻസർ രോഗികൾക്ക്, പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ എല്ലാത്തരം അസുഖത്തിനുള്ള എല്ലാത്തരം ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ശനി ഞായർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസങ്ങളും ഇവിടെ OP ഉണ്ട്. 6 മണിക്ക് തുടങ്ങും ഇവിടുത്തെ OP. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ കരുതേണ്ട രേഖകൾ, ആധാർ കാർഡും പിന്നെ ഇതുവരെയുള്ള ചികിത്സയുടെ രേഖകളൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. നമുക്കിപ്പോൾ ഒരാളെ പണം കൊടുത്ത് ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവും. കാരണം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടുള്ള ചികിത്സ ഫ്രീ ആണത്. അപ്പോൾ നമുക്ക് പാവപ്പെട്ടവരോ ഇനി അങ്ങനെ അറിയുന്ന ആൾക്കാരോ, നിങ്ങളുടെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിലേക്ക് വിടുക. ഇത് പോണ്ടിച്ചേരിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററിൽ ഉള്ളിൽ വരുന്നൊരു ഹോസ്പിറ്റലാണ്. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ, ഭയങ്കര തിരക്കായിരിക്കും, നല്ല തിരക്കുണ്ട്. ഏകദേശം ഒരു 1000 കൂടുതൽ പേർക്ക് ഇവിടെ, ഇത് 1000 നിന്നല്ല, അതിൽ കൂടുതൽ ആൾക്കാർ പല സ്ഥലത്തു നിന്നായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ രോഗിയുടെ കൂടെയുള്ള ആൾക്ക്, അതായത് കൂട്ടിരിപ്പുകാർക്ക് ഇവിടെ താമസിക്കാനൊക്കെ, തൊട്ടടുത്ത് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് താമസിക്കാനൊക്കെ ഉള്ള വളരെ ചിലവ് കുറഞ്ഞ, അതായത് ഒരു ദിവസം 500-400 റേഞ്ചിലുള്ള റൂമുകളൊക്കെ ഇവിടെ കിട്ടും, അവൈലബിൾ ആണ്. അതൊക്കെ ഇവിടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചികിത്സ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.